ഹായ് ഓൾ, എല്ലാവർക്കും എയ്സ് ആപ്പിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന SSC RRB പോലുള്ള എക്സാമുക്ക് ചോദിച്ചിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കപ്പം ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം ഇതാണ്: ഫൈൻഡ് ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് 240. 240 എന്ന സംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണം എത്ര, ഫാക്ടേഴ്സിൻ്റെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ 240 അങ്ങ് പ്രൈം ഫാക്ടറൈസ് ചെയ്യുക. അപ്പോൾ 240 പ്രൈം ഫാക്ടറൈസ് ചെയ്യുന്നത് എങ്ങനെ നമുക്കറിയാം. 240 നമുക്ക് ആദ്യം 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 240 120 ടൈംസ് ഉണ്ട് 2. എഗെയിൻ നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 60 എന്ന് കിട്ടും. എഗെയിൻ 2 എടുത്താൽ 30. വീണ്ടും നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. എത്ര ആൻസർ 15. ഇനി നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അടുത്ത പ്രൈം നമ്പർ ഏതാ? 3. അപ്പോൾ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 15 5 ടൈംസ്. അപ്പോൾ നോക്കി 5 ഓൾറെഡി പ്രൈം നമ്പറാണ്, നമ്മൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ നമ്മൾ 240 പ്രൈം ഫാക്ടറൈസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് എങ്ങനെയാണ്? 2 × 2 × 2 × 2 × 3 × 5 എന്നല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 240 ഈസ് ഈക്വൽ ടു 2⁴ × 3⁴ × 5⁴. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? ചോദ്യം ഇതാണ്: ഫൈൻഡ് ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. അപ്പോൾ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കാണാൻ പറയുന്നത് നമ്മൾ ആദ്യം ഇതിനെ ഫാക്ടറൈസ് ചെയ്യുക, പ്രൈം ഫാക്ടറൈസ് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ എഴുതുക: 2⁴ × 3⁴ × 5⁴. ഇപ്പോൾ നോക്കി, ഇതിൻ്റെ അകത്ത് എല്ലാ നമ്പറും പ്രൈം ഫാക്ടേഴ്സാണ്. 2 പ്രൈം നമ്പറാണ്, 3 പ്രൈം നമ്പറാണ്, 5 പ്രൈം നമ്പറാണ്. ഇതുപോലെ എഴുതിയതിന് ശേഷം ഇനി ചെയ്യാൻ പോകുന്ന കാര്യമാണ് ഓർത്തിരിക്കേണ്ടത്. ഇതൊരു ഷോർട്ട് കട്ടാണ്, എക്സാമിന് ചെയ്യാനുള്ള ഷോർട്ട് കട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം 2⁴ × 3⁴ × 1⁴ 5⁴ എന്നല്ലേ. നമ്മൾ ഈ പവറിൻ്റെ കൂടെ, എല്ലാ സംഖ്യയുടെയും പവറിൻ്റെ കൂടെ 1 കൂട്ടുക എന്ന് പറഞ്ഞത് 4ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 4 + 1 ഇൻറ്റു അടുത്ത 3⁴ ആണ്, 1ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 1 + 1 ഇൻറ്റു അടുത്ത 5⁴ ആണ്, 1ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 1 + 1. ഏത് നമ്പറാണ് നമ്മളതിനോട് 1 ആഡ് ചെയ്യുക, അതിനുശേഷം മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 4 + 1 എത്ര ഇടും? 5 ഇൻറ്റു 1 + 1 എത്ര ഇടും? 2. 1 + 1 എത്ര ഇടും? 2. അപ്പോൾ ആൻസർ 5 × 10, 5 × 2 10, 10 × 2 20. അപ്പോൾ 240 ഘടകങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ ഫാക്ടേഴ്സിൻ്റെ എണ്ണം എത്രയാണെന്ന് കിട്ടുന്നത്? നമുക്ക് 20 എന്നാണ് ലഭിക്കുന്നത്. അപ്പോൾ എൻ്റെ ആൻസർ എന്താ? ഓപ്ഷൻ എ 20 ആണ് ആൻസർ. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം ഇതാണ്: അടുത്ത ചോദ്യം ഇതാണ്: ഫൈൻഡ് ദ സം ഓഫ് ദി ഫാക്ടേഴ്സ് ഓഫ് 240. നമ്മൾ ആദ്യം ചെയ്ത ക്വസ്റ്റിനായിട്ട് കണക്ഷനുള്ള ക്വസ്റ്റിനാണ്. ആദ്യം ചെയ്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമുക്ക് ഫാക്ടേഴ്സിൻ്റെ എണ്ണം കണ്ടുപിടിക്കാനായിരുന്നു. ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? സം ഓഫ് ദി ഫാക്ടേഴ്സ്. അപ്പോഴും ചെയ്യേണ്ട മെത്തേഡ് അതുപോലെയാണ്. നമ്മൾ ആദ്യം അതിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുക. 240 പ്രൈം ഫാക്ടറൈസ് ചെയ്താൽ ഓൾറെഡി നമുക്ക് ആൻസർ അറിയാം. എന്നാൽ നമുക്കൊന്ന് ചെയ്യാം. 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ 120. നമുക്ക് എഗെയിൻ 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. 60. എഗെയിൻ 2 30. എഗെയിൻ 2 15. നമുക്ക് എഗെയിൻ 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ 5 ടൈംസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 240 എങ്ങനെ എഴുതാം? 240 ഈസ് ഈക്വൽ ടു 2⁴ × 3⁴ × 5⁴. ഇതാണ് 240 പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ലഭിക്കുന്നത്. അതിനുശേഷം നോക്കിക്കേ, ഫാക്ടേഴ്സിൻ്റെ എണ്ണം കാണാനാണ് പറഞ്ഞെങ്കിൽ എന്ത് ചെയ്താൽ മതിയായിരുന്നു? ഇവിടെ 4 + 1 × 1 + 1 × 1 + 1 പവർ ഏതാണോ അതിൻ്റെ 1 ആഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ നമുക്ക് സമ്മ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സമ്മ കാണാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം, ഫസ്റ്റ് നമ്പർ 2 അല്ലേ, 2⁴ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ 2⁻0 + 2⁻1 + 2⁻3 + 2 + 2⁻3 + 2⁻4 വരെ എഴുതുക. അതായത് ഇവിടെ 2⁻4 ആണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ 2⁻0 മുതൽ 2⁻4 വരെ എഴുതി കൂട്ടുക. അതിനുശേഷം 3⁻1 അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? 3⁻0 + 3⁻1 എന്ന് എഴുതുക. ലാസ്റ്റ് 5⁻1 ആകുമ്പം 5⁻0 + 5⁻1 എന്ന് എഴുതുക. അപ്പോൾ ഏത് നമ്പറായി പവർ നോക്കുക. പവർ നോക്കിയതിന് ശേഷം നമ്മൾ 2ൻ്റെ പവർ ആണെങ്കിൽ 2⁻0 മുതൽ 2⁻4 വരെ എഴുതുക. 3⁻1 ആണെങ്കിൽ 3⁻0 മുതൽ 3⁻1 എഴുതുക. 5⁻1 ആകുമ്പോൾ 5⁻0 5⁻1 എഴുതി ആഡ് ചെയ്യുക. അപ്പോൾ നോക്കിയാൽ 2⁻0 എന്താ? 1 ആണ്. 2⁻2 1 2, 2⁻2 4, 2⁻3 8, 2⁻4 16 ഇൻറ്റു 3⁻0 1, 3⁻1 3, 5⁻0 1, 5⁻1 5. ഇനി എല്ലാവരും ആഡ് ചെയ്തേ. 16 + 8 24, 24 + 4 28, 28 + 2 30, 30 + 1 31 ഇൻറ്റു
3 + 1 4 ഇൻറ്റു 5 + 1 6. ഇതെൻ്റെ ആൻസർ. അപ്പോൾ 31 × 4 എത്രയാണെന്ന് നോക്കിക്കേ. 31 × 4 മൾട്ടിപ്ലൈ നോക്കിയിട്ട് ആൻസർ 124 × 6 എന്നാണ്. 124നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മുടെ ആൻസറായി. 124 × 6, 6 × 4 24, റിമൈൻഡർ 2, 6 × 2 12, 12 + 2 14, റിമൈൻഡർ 1, 6 × 1 6, 6 + 1 7. എത്രയുടെ ആൻസർ? 744. ഓപ്ഷൻ ഏതെയാണ് നമ്മുടെ ചോദ്യത്തിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ അടുത്ത് വീണ്ടും വരുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.